വീട്ടിലിരുന്ന് സൗജന്യ പരിശീലനം നേടാം. LDC 2020 മെയ് 3 മുതൽ. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.ranhouse.in. Hi friends, your job aspirants, you should achieve the target. You can achieve the target if you get a job that is exactly a transition in your life, a radical change in your life. So we can go to another series of questions. നമ്മുടെ ക്വസ്റ്റ്യനെയറിൻ്റെ 24ാമത്തെ സീരീസാണിത്. ഈ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 20 ക്വസ്റ്റ്യനാണ് ആസ് യൂഷ്വൽ ഇതിലും ചർച്ച ചെയ്യുന്നത്. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 21. Spot the error. It's high time you start working hard lest you should fail. It's high time A. You start working hard. B. Lest you should fail. C. No error is exactly the D option. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. സ്പോട്ട് ദി എറർ ആണ്. ഇറ്റ്സ് ഹൈ ടൈം യു സ്റ്റാർട്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം. വിഷിന് ശേഷം കർത്താവ് വരികയാണെങ്കിൽ വി ടു, കർത്താവ് വരികയാണെങ്കിൽ വി ടു. ഇവിടെ ഇപ്പം എന്താ വന്നിരിക്കുന്നത്? V1. അപ്പോൾ എങ്ങനെയാണ് മാറ്റേണ്ടിയിരിക്കുന്നത്? എങ്ങനെയാണ് ശരിയാക്കുക? ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റാർട്ട് അല്ല യു സ്റ്റാർട്ടഡ്. അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? ബി പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹാർഡ്. വർക്കിംഗ് ഇവിടെ ജെറണ്ടാണ്, ജെറണ്ട് നൗണാണ് നമുക്കറിയാം. ലെസ്സിന് ശേഷം ഷുഡ് വരണം എന്നാണ് നിയമം. അതൊക്കെ ശരിയാണ്. സി എന്ന് പറയുന്ന സെക്ഷനും ശരിയാണ്. നോ എറർ തെറ്റാണ്. കാരണം ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. എവിടെ മിസ്റ്റേക്ക് ഉണ്ട്? ബി പാർട്ടിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റാർട്ട് അല്ല യു സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹാർഡ് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ. നോ എറർ ഡി ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? ബി ഓപ്ഷനിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. സ്റ്റാർട്ടിന് പകരം എന്തായി മാറണം? സ്റ്റാർട്ടഡ് ആയിട്ട് മാറണം. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം. വിഷിന് ശേഷം കർത്താവ് വന്നാൽ വി ടു. അപ്പോൾ ഇവിടെ കർത്താവ് വന്നിട്ടുണ്ട്, വി ടു ആണ് വരേണ്ടത്. സ്റ്റാർട്ടഡ് ബി ഓപ്ഷനാണ്. എറർ ഉള്ളത് OMR മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത് ബി. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. സ്പോട്ട് ദി എറർ അഗെയിൻ. It was quite an early task A for the physics teacher B to explain to the class C that higher you go, cooler it is. എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? ഇതിൽ നോ എറർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അതിനാൽ എറർ നിർബന്ധമാണ്. It was quite an early task for the physics teacher to explain to the class that the higher you go, the cooler it is. The higher you go, the cooler it is. പാരലൽ റൈസിങ്, പാരലൽ ഫാളിങ് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. നമ്മൾ 1, 2, 3 ക്വസ്റ്റ്യൻ ഇതിൻ്റെ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരലൽ റൈസിങ്, പാരലൽ ഫാളിങ് ഉണ്ടാകുന്ന സമയത്ത് 2 കമ്പാരിറ്റീവ് ഡിഗ്രി, ഹയർ കമ്പാരിറ്റീവ് ഡിഗ്രി, കൂളർ കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോൾ പാരലൽ റൈസിങ്, പാരലൽ ഫാളിങ് ഉണ്ടാകുന്ന സമയത്ത് 2 കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല. 2 കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ മുന്നിലും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല. അപ്പോൾ മിസ്റ്റേക്ക് എവിടെയാണ്? ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ OMR മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 23 ആണ്. ദേ ഹാവ് അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ബിഗിൻ വിത്ത് ദ ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ എന്ന് പറയുന്ന വാക്കിൽ സെൻറ്റൻസ് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ഫംഗ്ഷൻ ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിൽ ആരംഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് വോയിസ് എന്താ എന്നതാണ് ചോദ്യം. അപ്പോൾ ദേ ഹാവ് അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ കർത്താവിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവിന് ശേഷം V3. അപ്പോൾ ഇവിടെ ദ ഫംഗ്ഷൻ സിംഗുലർ ആണ്. അപ്പോൾ ദ ഫംഗ്ഷൻ ഹാസ് ബീൻ അറ്റൻഡഡ് ബൈ ദം എന്ന് പറയുന്ന ബി ഓപ്ഷനാണ് ശരി. ദ ഫംഗ്ഷൻ ഹാസ് ബീൻ അറ്റൻഡഡ് ബൈ ദം. ദ ഫംഗ്ഷൻ സിംഗുലർ ആണ്, ഹാവ് വരില്ല, തെറ്റ്.
ദ ഫംഗ്ഷൻ ഹാഡ് ബീൻ അറ്റൻഡഡ് ബൈ ദം. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ്. തെറ്റ്. ദ ഫംഗ്ഷൻ വാസ് അറ്റൻഡഡ് തെറ്റാണ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ്. നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ദ ഫംഗ്ഷൻ സിംഗുലർ ആണ്. ഹാസ് ബീൻ അറ്റൻഡഡ് ബൈ ദം എന്ന് പറയുന്ന ബി ഓപ്ഷനാണ് ഇവിടെ ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 24. ഡാഷ് ദേ മേ സേ മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച്. കോമ്പൗണ്ട് റിലേറ്റീവ് പ്രോനോണിൻ്റെ ഉപയോഗമാണ് ഇവിടെ. വെനവർ എപ്പോഴായിരുന്നാലും, വിച്ചവർ ഏതായിരുന്നാലും, ഹൂഎവർ ആരായിരുന്നാലും, വാട്ടെവർ എന്തായിരുന്നാലും. വാട്ടെവർ ദേ മേ സേ എന്തായിരുന്നാലും അവർ പറയുന്നത് മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച്. മിക്കവാറും രാജ്യങ്ങളും ചേഞ്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വാട്ടെവർ എന്തായിരുന്നാലും അവർ പറയുന്നത് എന്ന് പറയുന്ന ഡി ഓപ്ഷനാണ് ശരി ഉത്തരം. ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് കറക്റ്റ്ലി ഗിവൺ? താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ്ലി ഗിവൺ ആയിട്ടുള്ള സെന്റൻസ്? ശരിയായ സെന്റൻസ് ഏതാണ്? മൈ സൺ ഈസ് ക്ലവറസ്റ്റ് ദാൻ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ക്ലവറസ്റ്റ്. അതിൻ്റെ മുന്നിൽ ദേനൊന്നും വരില്ല. തെറ്റ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ ഡിഫറെൻ്റ് ആർട്ടിക്കിൾ വേണം. തെറ്റ്. മൈ സൺ ഈസ് ക്ലവർ പോസിറ്റീവ് ഡിഗ്രിയാണ്. തെറ്റ്. ക്ലവറിന് ശേഷം ദേനൊന്നും വരില്ല. തെറ്റ്. മറ്റൊരു ബോയിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പയർ ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത്. മൈ സൺ ഈസ് ക്ലവറസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഡെഫിനറ്റ് ആർട്ടിക്കിൾ വന്നിട്ടില്ല. ദ ക്ലവറസ്റ്റ് എന്ന് വരണം. തെറ്റ്. അപ്പോൾ ഏതാ ശരി? ഡി ആണ് ശരി. മൈ സൺ ഈസ് ക്ലവറർ കമ്പാരറ്റീവ് ഡിഗ്രി ദാൻ എനി അതർ ബോയ്. എനി അതറിന് ശേഷം സിംഗുലർ. അപ്പോൾ ഏതാ ശരി? ഡി ഓപ്ഷൻ. ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 4 ഓപ്ഷനിൽ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 26. ജോൺ ടോൾഡ് മീ ദാറ്റ് ഡാഷ്. I am his best friend. I have been his best friend. I was his best friend. None of these. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് റിപ്പോർട്ടർ സ്പീച്ചാണ്. അപ്പോൾ ജോൺ ടോൾ മീ ദാറ്റ് ഐ ആം വരില്ല. കാരണം റിപ്പോർട്ടിംഗ് പാർട്ടിലെ റിപ്പോർട്ടിംഗ് വേർഡ് സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. V2 റിപ്പോർട്ടിംഗ് പാർട്ടിലെ റിപ്പോർട്ടിംഗ് വേർഡ് സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. V2 പാസ്റ്റ് ആണ്. അപ്പോൾ ആം വരില്ല. ഹാവ് വരില്ല. ഐ വാസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സി ഓപ്ഷനാണ് ശരി ഉത്തരം. നൺ ഓഫ് ദീസും തെറ്റാണ്. അപ്പോൾ ജോൺ ടോൾഡ് മീ ദാറ്റ് ഐ വാസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. ശരി ഉത്തരം സി ആണ്. 27ാമത്തെ ചോദ്യമാണിത്. നൈദർ മീര നോർ ഹർ ബ്രദർ ഡാഷ് പ്രസന്റ് ടുഡേ. അപ്പോൾ ഇത് നൈദർ നോർ, ഐദർ ഓർ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇത്യാദി കണക്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് 2 സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്ന സമയത്ത് വെർബ് പൊരുത്തപ്പെടുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ട്. കോങ്കോഡിൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആരാ? ഹെർ ബ്രദർ ആണ് ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ്. ഹെർ ബ്രദർ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ ആറും വേറും വരില്ല. നമുക്കറിയാം 6 ബഹുവചനമാണ്, വേർ ബഹുവചനമാണ്. വരാൻ സാധ്യതയുള്ളത് ഹാസും ഈസുമാണ്. കാരണം ഹാസ് സിംഗുലർ ആണ്, ഈസ് സിംഗുലർ ആണ്. രണ്ടാമത്തെ കർത്താവിന് അനുയോജ്യമായിട്ടുള്ള വെർബ്, രണ്ടാമത്തെ കർത്താവ് സിംഗുലർ. അപ്പോൾ ഹാസ് വരില്ല ഇവിടെ. കാരണം ഹാസ് ആവുമ്പോൾ ഹാസ് പ്രസൻറ്റഡ് എന്ന് വരണം. കാരണം ഹാസിന് ശേഷം V3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രസൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാ വരിക? ഈസ് പ്രസൻറ്റ് എന്ന് പറയുന്ന ഡി ഓപ്ഷനാണ് ശരി. ഒന്നുകൂടി കോങ്കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണിത്. നൈദർ നോർ,
ഐദർ ഓർ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇത്യാദി കണക്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് പൊരുത്തപ്പെടുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ട്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ. അപ്പോൾ ഏത് വെർബ്? സിംഗുലർ വെർബ്. ശരി, ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 28. ഡാഷ് റീച്ച് ഷുഡ് ഹെൽപ്പ് ഡാഷ് ഹുവ. ഇവിടെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ദ റിച്ച് സമ്പന്നർ, ദി ഓൾഡ് വൃദ്ധന്മാർ, ദ യൂത്ത് യുവാക്കൾ, ദ ബ്രൈവ് ധൈര്യവാന്മാർ. അപ്പോൾ ഒരു ഗണം ആയിട്ട് മാറുന്നു ഡെഫിനറ്റ് ആർട്ടിക്കിളിൻ്റെ ഉപയോഗത്തോടുകൂടി. നമുക്ക് വേണ്ടത് സമ്പന്നർ, പാവപ്പെട്ടവരെ സഹായിക്കണം. അപ്പം സമ്പന്നർ എന്ന് പറയുന്ന വർഗം ആയി മാറുന്നു. ഡെഫിനറ്റ് ആർട്ടിക്കിൾ റിച്ചിന് മുന്നിൽ വെച്ചപ്പോൾ പാവപ്പെട്ടവർ എന്ന് പറയുന്ന വർഗമായിട്ട് മാറുന്നു, ഗണമായിട്ട് മാറുന്നു. അപ്പം ശരി ഉത്തരം ഏതാ? ബി ഓപ്ഷനാണ്. സമ്പന്നർ പാവപ്പെട്ടവരെ സഹായിക്കണം. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരി ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 29 ആണ് അടുത്ത ചോദ്യം. വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ദ സൺ ഓഫ് യുവർ ബ്രദർ ഈസ് യുവർ. നിങ്ങളുടെ ബ്രദറിൻ്റെ മകനെ നിങ്ങളുടെ ആരാകുന്നു. ഇംഗ്ലീഷിൽ അതിനുള്ള വാക്കെന്താ? ബ്രദർ ഇൻ ലോ അല്ല, അളിയൻ എന്നൊക്കെയാണ് പറയുന്നത്. ബ്രദർ ഇൻ ലോ. നിസ് അല്ല, നിസ് മരുമകളാണ്, മരുമകൾ. സണ്ണിലോവുമല്ല. അപ്പോൾ ഏതാ? നെഫ്യൂ. ഇംഗ്ലീഷ് ഭാഷയിൽ സിസ്റ്ററുടെ മകനെ നെഫ്യൂ എന്നാണ് പറയുന്നത്. ജ്യേഷ്ഠൻ്റെ മകനെയും നെഫ്യൂ എന്നാണ് പറയുന്നത്. അനിയൻ്റെ മകനെയും നെഫ്യൂ എന്നാണ് പറയുന്നത്. ആയതിനാൽ നെഫ്യൂ എന്ന് പറയുന്ന ഡി ഓപ്ഷനാണ് ശരി ഉത്തരം. ദ സൺ ഓഫ് യുവർ ബ്രദർ ഈസ് യുവർ നെഫ്യൂ. Question number 30. The door shut with a dash. ബാങ്ക് അല്ല, ബാങ്ക് അറിയാം, തീരം എന്നർത്ഥമുണ്ട്. ബാങ്ക് നമുക്കറിയാം എന്താണെന്ന്. ക്ലാങ് അല്ല, ക്ലാങ്ങിൻ്റെ അർത്ഥം കിലുക്കം എന്നൊക്കെയാണ്, മണികിലുക്കം. അതിനാണ് ക്ലാങ് എന്ന് പറയുന്നത്. ബ്ലിങ്ക് അല്ല, ബ്ലിങ്ക് കണ്ണു ചിമ്മുക എന്നൊക്കെയാണ് ബ്ലിങ്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ബാങ് ആണ് ശബ്ദം. ഡോർ ഷട്ട് വിത്ത് എ ബാങ് എന്ന് പറയുന്ന സി ഓപ്ഷനാണ് ശരി ഉത്തരം. വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 31. രാജു ആൻഡ് ഗോപി പാസ്ഡ് ദി എക്സാമിനേഷൻ ബട്ട് ദ ഡാഷ് ഗോട്ട് എ ഫസ്റ്റ് ക്ലാസ്. ഇവിടെ രാജുവിനെയും ഗോപിയെയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. ലേറ്റസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ലാസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ലേറ്റർ വരില്ല, ശേഷം എന്നാണ് അർത്ഥം. ലേറ്റർ ശേഷം. ലേറ്റർ രണ്ടാമത്തെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നത് 2 ടി കണ്ടാൽ രണ്ടാമത്തെ. ലേറ്റർ ശേഷം. വേണ്ട എന്താ? രണ്ടാമത്തവന്. എന്ത് കിട്ടി? ഫസ്റ്റ് ക്ലാസ് കിട്ടി. അപ്പോൾ രാജു ആൻഡ് ഗോപി പാസ് ദി എക്സാമിനേഷൻ. രാജുവും ഗോപിയും എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ട്. ബട്ട് ദ ലേറ്റർ രണ്ടാമത്തവന്, ശേഷം എന്നല്ല വേണ്ടത്, രണ്ടാമത്തവന് എന്ത് കിട്ടി? ഫസ്റ്റ് ക്ലാസ് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ, 2 ടി കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ, 1 ടി കണ്ടു കഴിഞ്ഞാൽ ശേഷം. അപ്പോൾ രണ്ടാമത്തെ എന്നർത്ഥം വരുന്ന ബി ഓപ്ഷനാണ് ശരി ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. 32ാമത്തെ ചോദ്യമാണ്. ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു ഡാഷ് പാസ്. കണ്ടീഷനാണ്. അപ്പോൾ കണ്ടീഷൻ നമ്പർ 1 ആണിത്. സബ്ജക്റ്റ് പ്ലസ് V1. നേറ്റീവാണ് ഡോണ്ട് സ്റ്റഡി. സ്റ്റഡീൻ്റെ നേറ്റീവാണ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. നെഗറ്റീവ് V1 ആണിത്, നമുക്കറിയാം. അപ്പോൾ സബോർഡിനേറ്റിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം? മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കണം. അപ്പോൾ ഹാവ് നോട്ട് വരില്ല, ഡു നോട്ട് വരില്ല. വോണ്ടിനും വില്ലും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇനി നോക്കേണ്ടത് അർത്ഥത്തിലേക്കാണ്.
ഇഫ് യു ഡോണ്ട് സ്റ്റഡി നീ പഠിച്ചില്ലെങ്കിൽ യു വിൽ പാസ് നീ പാസ്സാകും എന്ന് വരില്ല. ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു വിൽ പാസ് എന്തായാലും വരില്ല. ഇഫ് യു ഡോണ്ട് സ്റ്റഡി നീ പഠിച്ചില്ലെങ്കിൽ യു വോണ്ട് പാസ് എന്ന് പറയുന്ന എ ഓപ്ഷനാണ് ശരി ഉത്തരം. ഇഫ് യു ഡോണ്ട് സ്റ്റഡി നീ പഠിച്ചില്ലെങ്കിൽ യു വോണ്ട് പാസ് നീ പാസ്സാവില്ല. വിൽ പ്ലസ് നോട്ടാണ് വോണ്ട്. ആയതിനാൽ എ ആണ് ഇവിടെ ശരി ഉത്തരം. ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ പ്രോബബിൾ കണ്ടീഷൻ. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. ഹി വുഡ് റേദർ വാക്ക് ഡാഷ് ഗോ ബൈ ടാക്സി ഓർ ആഫ്റ്റർ ടു ദാൻ. നമുക്കറിയാം വുഡ് റേദറിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ബെയർ ഇൻഫിനിറ്റീവ് ആണ്, വാക്കാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ദാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാൻ കമ്പാരിസൺ ആണ്. അപ്പോൾ വുഡ് റേദറിന് ശേഷം എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ബെയർ ഇൻഫിനിറ്റീവ്. അതിനുശേഷം ദാൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷവും ബെയർ ഇൻഫിനിറ്റീവ് ആണ് വേണ്ടത്. ആയതിനാൽ ശരി ഉത്തരം ദാൻ ആണ്. അപ്പം വുഡ് റേദറിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് വേണം, ശേഷം ഡാൻ ആണ് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്, ശേഷവും സെയിം ക്യാരക്ടർ ആയിരിക്കണം, ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. ശരി ഉത്തരം ദാൻ എന്ന് പറയുന്ന ഡി ഓപ്ഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. 34ാമത്തെ ക്വസ്റ്റ്യൻ. either the boys or their leader dash to be blamed. അപ്പം നമുക്കറിയാം ഐദർ ഓർ വരുമ്പോൾ രണ്ടാമത്തെ കർത്താവിന് അനുയോജ്യമായിട്ടുള്ള വെർബ്. രണ്ടാമത്തെ കർത്താവ് ആരാ? their leader. അപ്പം എന്ത് കർത്താവാ? സിംഗുലർ സബ്ജക്റ്റ് ആണ്. their leader അവരുടെ ലീഡർ. ഡെയർ എന്നൊക്കെ കണ്ടിട്ട് ബഹുവചനമാണെന്നുള്ള ധാരണ ഒന്നും വേണ്ട. അപ്പോൾ ഐദർ ദ ബോയ്സ് ഓർ ദെയർ ലീഡർ, ഐദർ ഓർ വരുന്ന സമയത്ത് രണ്ടാമത്തെ കർത്താവിന് അനുയോജ്യമായിട്ടുള്ള വെർബ്. രണ്ടാമത്തെ കർത്താവ് അവരുടെ ലീഡർ സിംഗുലർ. അപ്പം ഹാവ് വരില്ല, ഹാബീൻ വരില്ല, ഹാവ് വരില്ല, ആർ വരില്ല. കാരണം ബി സി ഡി ഒക്കെ എന്താ ബഹുവചനമാണ്, കർത്താവ് സിംഗുലറാണ്, ഏകവചനമാണ്. അപ്പോൾ ഏകവചന കർത്താവിന് ഏകവചന വെർബ് ഈസ്. എ ആണ് ശരി ഉത്തരം. ഐദർ ദ ബോയ്സ് ഓർ ദെയർ ലീഡർ ഈസ് ടു ബി ബ്ലെയിംഡ്. ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 35. It is not easy to dash the civil service examination. Get at, get up, get through, get over. ഫ്രേസൽ വെർബാണ്. ഗെറ്റ് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എത്തിച്ചേരുക, ആക്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം. എത്തിച്ചേരുക എന്നർത്ഥമുണ്ട്, ആക്രമിക്കുക എന്നർത്ഥമുണ്ട്. ശരിയായ മീനിങ് വരില്ല. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം, വരില്ല. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ്, അതിജീവിക്കുക എന്നൊക്കെയാണ് അർത്ഥം, അതും വരില്ല. അപ്പോൾ വിജയിക്കുക എന്നർത്ഥം വരുന്ന ഗെറ്റ് ത്രൂ എന്ന് പറയുന്ന സി ഓപ്ഷൻ ആണ് റൈറ്റ് ഓപ്ഷൻ. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ് ത്രൂ ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ. സിവിൽ സർവീസ് എക്സാമിനേഷനിൽ വിജയിക്കൽ വളരെ ഈസി അല്ല. അപ്പോൾ വിജയിക്കുക എന്നർത്ഥം വരുന്ന സി ഓപ്ഷനാണ് ശരി ഉത്തരം. നമുക്ക് 36ാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം. ജോൺ ഡാഷ് ടു മുംബൈ ടുമാറോ. ഈസ് ട്രാവലിംഗ്, ട്രാവൽ, ട്രാവലിംഗ്, ട്രാവൽഡ്. അപ്പം എന്തായാലും ട്രാവൽഡ് തെറ്റാണ്, കാരണം ടുമാറോ ഉണ്ട് ഇവിടെ. അപ്പോൾ ഭൂതകാലത്തെ കുറിക്കുന്ന ട്രാവൽഡ് വരില്ല. ട്രാവലിംഗ് എന്തായാലും വരില്ല, കാരണം ഇതിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു ഓക്സിലറി വെർബെങ്കിലും വരണം. കാരണം സബ്ജക്റ്റിന് ശേഷം ട്രാവലിംഗ് വരില്ല. ട്രാവൽ തെറ്റാണ്, കാരണം ജോൺ സിംഗുലർ ആണ്, ട്രാവൽ വരില്ല. ട്രാവൽസ് നോക്കാമായിരുന്നു, കാരണം ട്രാവൽ ബഹുവചനമാണ്, ട്രാവൽസ് ആണ് സിംഗുലർ. അപ്പോൾ ജോൺ ഈസ് ട്രാവലിംഗ് ടു മുംബൈ ടുമാറോ. ഇപ്പോൾ ടുമാറോ എന്ന് കണ്ടാൽ തെറ്റാണെന്നുള്ള മാനസികാവസ്ഥയൊന്നും വേണ്ട. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു അപ്ലിക്കേഷനാണിത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള അപ്ലിക്കേഷൻ. മൈ ഫാദർ ഈസ് കമ്മിങ് ടുമാറോ. നമ്മൾ മൈ ഫാദർ വിൽ കം ടുമാറോ എന്നാണ് മനസ്സിലുണ്ടാവുക. എന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ളൊരു അപ്ലിക്കേഷനാണിത്. മൈ ഫാദർ ഈസ് കമ്മിങ് ടുമാറോ.
അപ്പോൾ ഭാവിയെ കുറിക്കുന്ന ക്രിയാവിശേഷണ പദങ്ങൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും യൂസ് ചെയ്യാറുണ്ട്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള അപ്ലിക്കേഷനാണ്. അതിനാൽ ജോൺ ഈസ് ട്രാവലിംഗ് ടു മുംബൈ ടുമാറോ എന്ന് പറയുന്ന എ ഓപ്ഷനാണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 37. ഹി വാസ് നോട്ട് കണ്ടന്റ് ഡാഷ് ദിസ് മച്ച്. പ്രപൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. കണ്ടന്റിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാറ് വിത്താണ്. ഒരുപാട് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. കണ്ടന്റിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് വിത്താണ്. അതിനാൽ കണ്ടന്റ് വിത്ത് എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരി ഉത്തരം. അറ്റ് വരില്ല, അപ്പോൺ വരില്ല, ബൈ വരില്ല. ഈ വാസ് നോട്ട് കണ്ടന്റ് വിത്ത് ദിസ് മച്ച് എന്ന് പറയുന്ന ബി ഓപ്ഷനാണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ 38. വിച്ച് വേർഡ് ഈസ് മിസ്പെൽറ്റ്? മിസ്പെൽറ്റ് ആയിരിക്കുന്ന വേർഡ് ഏതാ? ഡെസീറ്റ് അല്ല, എന്തായാലും DECEIT ഡെസീറ്റ്, വഞ്ചിക്കുക. എഫിഷ്യൻസി അതല്ല, EFFICIENCY എഫിഷ്യൻസി ശരിയാണ്. ഒഡർ അറിയാം, ഫ്രാഗ്രൻസ് എന്നൊക്കെയാണ് അർത്ഥം. ഒഡർ, ODOUR ഒഡർ. മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഏലാണ്. നമുക്കറിയാം മിസ്റ്റീരിയസ്, MI അല്ല MY ആണ് മിസ്റ്റീരിയസ്. അപ്പോൾ മിസ്റ്റീരിയസ് എന്ന് പറയുന്ന എ ഓപ്ഷനാണ് ഇവിടെ മിസ്പെൽറ്റ് വേർഡ്. മിസ്പെൽറ്റ് വേർഡ് ഇടയ്ക്കിടെ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അതിനാൽ സ്പെല്ലിങ്ങിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കണം. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമിനേഷനെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ജോബ് ആസ്പിറൻറ്റ്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39. 2 men and a woman were killed in a dash between a car and a jeep. Strike, crush, collision, collusion. എന്തായാലും കൊളൂഷൻ തെറ്റാണ്. കൊളൂഷൻ എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന എന്നാണ് അർത്ഥം. മീനിങ് കിട്ടില്ല. ഈ കൊളൂഷൻ എന്ന് പറയുന്ന വാക്ക് ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചതാണ്. പക്ഷെ ഇവിടെ റോങ് ആൻസറാണ്, കാരണം അർത്ഥം കിട്ടില്ല. റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ പുഷ് എന്നാണ് അർത്ഥം, പെട്ടെന്നുള്ള പുഷ്, റഷ്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമുക്ക്, സമരം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഏതാ വേണ്ടത്? കൊളീഷൻ എന്ന് പറയുന്ന ആൻസറാണ് ശരി ഉത്തരം. കൊളീഷൻ അറിയാം, കൂട്ടി ഡി, ബാക്കി A B D ഇവ മീനിങ്ങിൻ അനുകൂലമല്ല, അനുയോജ്യമല്ല. അതിനാൽ സി എന്ന് പറയുന്ന കൊളീഷൻ കൂട്ടി ഡി എന്ന് പറയുന്ന ഉത്തരമാണ് ശരി. ലെറ്റ്സ് ഗോ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സീരീസ്. ക്വസ്റ്റ്യൻ നമ്പർ 40. The minister dashed this stone in 2005. ലേ അല്ല, ലേ V1 ആണ്. ഇത് V2 ആയിട്ട് ഉപയോഗിക്കാം. ലെയ്ഡ് അവിടെ V1 ആ. ലൈൻ അവിടെ V2 ആ. ലൈ കിടക്കുക, ലേ കിടന്നോ, ലൈൻ കിടന്നിട്ടുണ്ട്, അവിടെ V2 ആണ്. അപ്പോൾ അർത്ഥം കിട്ടില്ല, തെറ്റ്. ലൈസും തെറ്റാണ്. ദ മിനിസ്റ്റർ 2005 വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റിലാണ്. അപ്പോൾ ലൈസ് എന്ന് പറയുന്ന പ്രസന്റ് സിംഗുലർ V1 വരില്ല. പിന്നെ ലൈഡ് കളവ് പറയുക, കളവ് പറഞ്ഞിട്ടുണ്ട്. ഡി ഓപ്ഷൻ തെറ്റാണ്. ഇടുക, ശില ഇടുക എന്ന് പറയുന്ന ലൈഡ്, LAID ലൈഡ് എന്ന് പറയുന്ന സി ഓപ്ഷനാണ് ശരി ഉത്തരം. ദ മിനിസ്റ്റർ laid this stone in 2005.